കൂരിരുട്ട് നിറഞ്ഞ രാത്രിയിൽ നിശബ്ദതയെ ഭേദിച്ച് ഒരു ചെറിയ വള്ളം തീരത്തണഞ്ഞു. തുടർന്ന് ജോറ താൻ ബന്ധിയാക്കി വെച്ചിരിക്കുന്ന ടിരിയണിന്റെ അടുത്തേക്ക് നടന്നു. കൈകാലുകൾ വരിഞ്ഞുമുറുക്കപ്പെട്ട നിലയിൽ ടിരിയൻ കിടന്ന് ഞരങ്ങുകയായിരുന്നു. തന്റെ കൈയിലുള്ള ഒരു ചെറിയ കത്തി ഉപയോഗിച്ച് കെട്ടുകൾ അറുത്തുമാറ്റാൻ അവൻ കിണഞ്ഞു ശ്രമിച്ചു. എന്നാൽ ജോറ വേഗത്തിൽ ആ കത്തി തട്ടിയെടുക്കുകയും ടിരിയനെ ഒരൊറ്റയടിക്ക് കോരിയെടുക്കുകയും ചെയ്തു. യാതൊരു ദയയുമില്ലാതെ അവൻ ടിരിയനെ സകല സാധനങ്ങളോടൊപ്പം ആ വള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. വിശാലമായ കടലിലൂടെ ഒരു വലിയ കപ്പൽ സഞ്ചരിക്കുകയായിരുന്നു. കപ്പലിന്റെ ഡെക്കിൽ നിരവധി ആളുകൾ തങ്ങളുടെ ജോലികളിൽ വ്യാപൃതരായിരുന്നു. കപ്പലിന്റെ വശത്തുകൂടി അനന്തമായ കടൽത്തീരത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ജെയ്മെ ലാനിസ്റ്റർ. കപ്പലിന്റെ താഴത്തെ അറയിൽ ഒരു കത്തി അതിവേഗത്തിൽ വായുവിൽ പാറിവന്ന് ഒരു മണൽച്ചാക്കിൽ തറച്ചുകയറി. ബ്രോൺ ആയിരുന്നു അതെറിഞ്ഞത്. നമ്മൾ എന്തിനാണ് ഒരു കച്ചവട കപ്പലിൽ യാത്ര ചെയ്യുന്നത്? എന്തുകൊണ്ട് ലാനിസ്റ്റർ പായ്മരങ്ങൾ ഉപയോഗിക്കുന്നില്ല? ബ്രോൺ ചോദിച്ചു. ഈ കപ്പൽ ഓൾഡ് ടൗണിലേക്ക് പോവുകയാണ്. നമ്മൾ അതിനു മുമ്പ് സൺസ്പിയറിന് അടുത്തായി ഇറങ്ങും. രാത്രിയിൽ നാം സ്വയം വള്ളം തുഴഞ്ഞ് ഡോണിന്റെ തീരങ്ങളിലെത്തും, ജെയ്മെ പറഞ്ഞു. നീ എപ്പോഴെങ്കിലും ഡോണിൽ പോയിട്ടുണ്ടോ? ബ്രോൺ ചോദിച്ചു. ഇല്ല, ജെയ്മെ പറഞ്ഞു. ഞാൻ പോയിട്ടുണ്ട്. ഡോൺകാർ ഭ്രാന്തന്മാരാണ്. അവർക്ക് എപ്പോഴും യുദ്ധം ചെയ്യാനും ഭോഗിക്കാനും മാത്രമേ താൽപ്പര്യമുള്ളൂ. ബ്രോൺ മണൽച്ചാക്കിൽ നിന്നും കത്തി വലിച്ചൂരിക്കൊണ്ടു പറഞ്ഞു. അവരുടെ രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയതിനുശേഷം നമ്മൾക്ക് അവിടെ അധികകാലം നിൽക്കാൻ കഴിയില്ല, ബ്രോൺ പറഞ്ഞു. നമ്മൾ അവരുടെ രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോകുകയല്ല, എന്റെ അനന്തരവളെ രക്ഷിച്ച് തിരികെ കുടുംബത്തിലേക്ക് കൊണ്ടുവരികയാണ്, ജെയ്മെ പറഞ്ഞു തികഞ്ഞ അവിശ്വാസത്തോടെ. നിന്റെ അനന്തരവളോ? ബ്രോൺ ചോദിച്ചു. ജെയ്മയും ബ്രോണും പരസ്പരം രൂക്ഷമായി നോക്കി. അല്പനേരത്തിനുശേഷം ജെയ്മെ നോട്ടം മാറ്റി. അതേസമയം കിങ്സ് ലാൻഡിംഗിൽ സ്മോൾ കൗൺസിൽ ചേരുന്ന മുറിയിൽ സെർസി തന്റെ കസേരയിൽ അങ്ങേയറ്റം ദേഷ്യത്തോടെ ഇരിക്കുകയായിരുന്നു. മേശയ്ക്കു ചുറ്റും മെയ്സ്റ്റർ പൈസൽ, കൈബേൺ, മെയ്സ് ടൈറൽ എന്നിവർ ഇരിപ്പുണ്ടായിരുന്നു. ഒപ്പമൊഴിഞ്ഞ ഒരു കസേരയും. കിരീടത്തിന്റെ കടങ്ങളുടെ 10 അയൺ ബാങ്ക് തിരികെ ചോദിച്ചിരിക്കുകയാണ്. കിരീടത്തിന് എത്രത്തോളം താങ്ങാൻ കഴിയും? സെർസി ചോദിച്ചു. ശീതകാലം വരുന്നതുകൊണ്ട് അവർ ചോദിക്കുന്നതിന്റെ പകുതി, അല്ലെങ്കിൽ അതിൽ താഴെ, മെയ്സ് പറഞ്ഞു. നിങ്ങളാണ് നാണയങ്ങളുടെ അധിപൻ. നമ്മൾ അവർക്ക് എങ്ങനെ പണം നൽകും? സെർസി ചോദിച്ചു. നമ്മൾ അയൺ ബാങ്കുമായി മെച്ചപ്പെട്ട ഒരു കരാറുണ്ടാക്കണം. തീർച്ചയായും, മെയ്സ് പറഞ്ഞു. നേരിട്ട് പോയി സംസാരിക്കണം, സെർസി പറഞ്ഞു. ആ ബാങ്കർമാരോട് നമ്മുടെ ബഹുമാനം കാണിക്കാൻ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിനിധിയെ അയൺ ബാങ്കിലേക്ക് അയക്കണം. രാജാവിന്റെ നാണയങ്ങളുടെ അധിപൻ എന്ന നിലയിൽ നിങ്ങളെക്കാൾ യോഗ്യനായ മറ്റൊരാളെ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല, സെർസി പറഞ്ഞു. അത് എനിക്കൊരു ബഹുമതിയാണ്, മഹാറാണി, മെയ്സ് പറഞ്ഞു. ഈ യാത്രയിൽ തന്റെ ഭാര്യാപിതാവിന്റെ സുരക്ഷയെക്കുറിച്ച് രാജാവിന് ആശങ്കയുണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട് സെർസി പറഞ്ഞു. നിങ്ങളുടെ സുരക്ഷാസേനയെ നേരിട്ട് നയിക്കാൻ രാജാവ് സർ മെറിനോട് കൽപ്പിച്ചിട്ടുണ്ട്. സർ മേരിൻ മുറിയിലേക്ക് നടന്നുവന്നു. സുരക്ഷിതമായ യാത്ര ആശംസിക്കുന്നു, ലോർഡ് ടൈറൽ, സെർസി പറഞ്ഞു. അവൻ തന്റെ സാധനങ്ങൾ എടുത്തെഴുന്നേറ്റു. സർ മെരിനെ പിന്തുടർന്ന് മെയ്സ് പുറത്തേക്ക് പോയി. ചെറിയ സമിതി വീണ്ടും ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്, പൈസൽ പറഞ്ഞു. മുറിയിൽ നിന്നും പുറത്തേക്ക് നടക്കുമ്പോൾ സെർസി പറഞ്ഞു. ആവശ്യത്തിന് ചെറുതായിട്ടില്ല. ഹൈസ്പാറോയുടെ ചേംബറിൽ അദ്ദേഹത്തിന്റെ മുദ്ര പതിപ്പിച്ച ഒരു കുറിപ്പ് മേശപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു. മേശയ്ക്ക് പിന്നിൽ ഹൈസ്പാറോ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എതിർവശത്തായി സെർസിയും. അവൾ ഒരു ഗ്ലാസ്സിലേക്ക് വൈൻ പകർന്നു. ഞാൻ അങ്ങേക്ക് കുറച്ച് വൈൻ തരട്ടെ, തിരുമേനി? സെർസി ചോദിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വേണ്ട. അദ്ദേഹം സമ്മതിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന സെർസിക്ക് ആ മറുപടിയിൽ അമ്പരപ്പുണ്ടായി. കുറച്ചുനേരത്തിനു ശേഷം അവൾ പുഞ്ചിരിച്ചുകൊണ്ട് വൈൻ മാറ്റിവെച്ചു. ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സേവിക്കേണ്ടത്? അദ്ദേഹം ചോദിച്ചു. വെസ്റ്ററോസിൽ ഉടനീളം പ്രാർത്ഥനാലയങ്ങൾ കത്തിക്കപ്പെടുന്നതിനെക്കുറിച്ചും നിശബ്ദരായ കന്യാസ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചും പുണ്യവാളന്മാരുടെ മൃതദേഹങ്ങൾ തെരുവുകളിൽ കൂട്ടിയിട്ടിരിക്കുന്നതിനെക്കുറിച്ചും ഞങ്ങൾ കേൾക്കുന്നു, സെർസി പറഞ്ഞു. യുദ്ധങ്ങൾ ആളുകളെ വാളിനെ അനുസരിക്കാൻ പഠിപ്പിക്കുന്നു, അല്ലാതെ ദൈവങ്ങളെയല്ല, ഹൈസ്പാറോ പറഞ്ഞു. ഒരുപക്ഷെ ദൈവങ്ങൾക്കും അവരുടേതായ ഒരു വാൾ ആവശ്യമായിരിക്കാം. ഇത് കേട്ടതും അദ്ദേഹത്തിന്റെ പുരികം മുകളിലേക്കുയർന്നു. ടാർഗേരിയന്മാർ വരുന്നതിനു മുമ്പുള്ള കാലങ്ങളിൽ ഫെയ്ത്ത് മിലിറ്റന്റ് ആയിരുന്നു ദൈവങ്ങളുടെ നീതി നടപ്പിലാക്കിയിരുന്നത്, സെർസി പറഞ്ഞു. 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഫെയ്ത്ത് മിലിറ്റന്റിന്റെ ആയുധങ്ങൾ അഴിച്ചുമാറ്റപ്പെട്ടതാണ്, അദ്ദേഹം പറഞ്ഞു. ഞാൻ എന്റെ മകനായ രാജാവിനോട് ഇതിന്റെ പുണ്യകരമായ ഉദ്ദേശം വിശദീകരിച്ചാൽ അങ്ങ് അർഹരാണെന്ന് കരുതുന്ന വിശ്വാസികൾക്ക് ആയുധം നൽകാനുള്ള ഒരു കൽപ്പനയിൽ അവൻ ഒപ്പുവെക്കുമെന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല, സെർസി പറഞ്ഞു. സാധാരണക്കാരുടെ ശരീരവും ആത്മാവും സംരക്ഷിക്കുന്ന ഒരു സൈന്യം, അദ്ദേഹം ആലോചനയോടെ പറഞ്ഞു. അല്പനേരത്തിനുശേഷം അവൾ പറഞ്ഞു. സ്വർണത്തിന്റെയും പദവിയുടെയും മറവിൽ ഒളിച്ചിരിക്കുന്ന ഒരു വലിയ പാപി നമ്മുടെ ഇടയിൽ തന്നെയുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയും? ഒരു ചിരിയോടെ അദ്ദേഹം മറുപടി പറഞ്ഞു. പിതാവ് അവനെ നീതിയോടെ വിധിക്കട്ടെ. തെരുവുകളിൽ കറുത്ത വസ്ത്രങ്ങളും ചങ്ങലകളും ധരിച്ച ഫെയ്ത്ത് മിലിറ്റന്റ് സംഘം നടന്നു നീങ്ങി. ചുറ്റുമുള്ള ആളുകൾ പരസ്പരം അടക്കം പറയുകയും അവരെ നോക്കി നിൽക്കുകയും ചെയ്തു. പെട്ടെന്ന് അവർ വൈൻ സൂക്ഷിച്ചിരുന്ന വീപ്പകൾ തകർക്കാൻ തുടങ്ങി. ആളുകൾ ഭയന്ന് നിലവിളിച്ചു. ഒരുവൻ കുറച്ചുപേരെ ഒരു കെട്ടിടത്തിൽ നിന്നും വലിച്ചെറിഞ്ഞു. മറ്റൊരു മുറിയിൽ ഒരു മനുഷ്യൻ കടുത്ത വേദനയാൽ പുളയുകയായിരുന്നു. വിയർപ്പിൽ കുളിച്ച് അവൻ ഒരു തുണിക്കഷ്ണം കടിച്ചുപിടിച്ചിരുന്നു. ആരോ അവന്റെ നെറ്റിയിൽ ഒരു ചിഹ്നം കൊത്തിവലിക്കുകയായിരുന്നു. വേദന സഹിക്കാൻ കഴിയാതെ അവന്റെ കൈകൾ മേശയിൽ മാന്തിപ്പൊളിച്ചു. പുറത്ത് ചന്തയിൽ ഫെയ്ത്ത് മിലിറ്റന്റ് സകലതും തകർത്തെറിഞ്ഞു. മുറിക്കുള്ളിൽ ആ മനുഷ്യന്റെ മുഖം വേദനയാൽ വിറകൊണ്ടു. അവന്റെ നെറ്റിയിലെ കൊത്തുപണി തുടർന്നു.
ഒരു വേശ്യാലയത്തിനുള്ളിൽ ഒരു ഉപഭോക്താവിനൊപ്പം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു വേശ്യയെ ഫെയ്ത്ത് മിലിറ്റന്റ് അതിക്രമിച്ചു കയറി തടസ്സപ്പെടുത്തി. മറ്റൊരു മുറിയിൽ കൂട്ടഭോഗത്തിൽ ഏർപ്പെട്ടിരുന്നവരെ അവർ ആക്രമിച്ചു. 2 സ്ത്രീകൾ അലറിക്കരഞ്ഞു. പങ്കെടുത്തവരെ അവർ മർദ്ദിക്കാനും ചിലരെ പുറത്തേക്ക് വലിച്ചിഴക്കാനും തുടങ്ങി. ഒരു വേശ്യയെ വലിച്ചിഴച്ചുകൊണ്ടുപോകുന്ന ഒരുവനെ ഒളിവർ തടയാൻ ശ്രമിച്ചു. ഇത് ലോർഡ് പെറ്റർ ബെയിലിഷിന്റെ സ്ഥാപനമാണ്, ഒലിവാർ ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാൽ ആ മനുഷ്യൻ ഒലിവാറിന്റെ മുഖത്ത് കൈമുട്ടുകൊണ്ട് ഇടിച്ച് തന്റെ വഴിക്ക് നടന്നു. അക്രമികൾ മിക്കവരും പോയതിനുശേഷം മൂക്കിൽ നിന്നും ചോരയൊലിക്കുന്ന നിലയിൽ ഒളിവർ ഒരു നിലവിളി കേട്ട ദിക്കിലേക്ക് നടന്നു. ആൺകുട്ടികളെ ഭോഗിക്കുന്നവനെ, മൃഗീയമായ മാലിന്യമേ, നിന്നെപ്പോലെയുള്ളവർക്ക് 7ാമത്തെ നരകത്തിൽ പ്രത്യേക സ്ഥലമുണ്ട്. ഒരു അക്രമി അലറുകയായിരുന്നു. ഒരു വലിയ മുറിയുടെ വാതിലിനടുത്ത് ഒളിവർ നിന്നു. 2 പേരും നഗ്നരായി രക്തത്തിൽ കുളിച്ച് തറയിൽ കിടക്കുകയായിരുന്നു. ആ ഉപഭോക്താവിന്റെ നിലവിളി അവിടെ മുഴങ്ങി. അല്പസമയത്തിനുശേഷം മുറിക്കുള്ളിൽ ആ മനുഷ്യന്റെ നെറ്റിയിൽ ചിഹ്നം കൊത്തി പൂർത്തിയാക്കി. കൊത്തിയ ആൾ മാറി നിന്നപ്പോൾ വിയർത്തു കുളിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റിരുന്നു. അത് ലാൻസൽ ലാനിസ്റ്ററായിരുന്നു. അവന്റെ നെറ്റിയിൽ ഫെയ്ത്ത് മിലിറ്റന്റിന്റെ ചിഹ്നം വ്യക്തമായി കാണാമായിരുന്നു. ആയുധധാരികളായ കുറെ ഫെയ്ത്ത് മിലിറ്റന്റ് പടവുകൾ ഇറങ്ങിവന്നു. അവർ ഒരു തുറസായ സ്ഥലത്തേക്ക് പ്രവേശിച്ചു. അവിടെ ലോറ സ്റ്റൈറൽ മറ്റൊരാളുമായി വാൾപ്പയറ്റ് പരിശീലിക്കുകയായിരുന്നു. കുറച്ചുപേർ അത് നോക്കി നിൽപ്പുണ്ടായിരുന്നു. ലാൻസൽ ഉൾപ്പെടെയുള്ള അക്രമികൾ അവരുടെ അടുത്തേക്ക് നീങ്ങി. ഇവനെ പിടിച്ചുകെട്ടു, അക്രമികളിലൊരാൾ പറഞ്ഞു. അവർ ലോറാസിനെ കടന്നുപിടിച്ചു. എന്റെ മേൽ നിന്നും കൈകൾ മാറ്റടാ, ലോറാസ് അലറി. ഹൌസ് സ്റ്റൈറലിലെ സർ ലോറാസ്, നീ ദൈവങ്ങളുടെയും മനുഷ്യരുടെയും നിയമങ്ങൾ ലംഘിച്ചിരിക്കുന്നു, ലാൻസൽ പറഞ്ഞു. നീ ആരാണെന്നാണ് നിന്റെ വിചാരം? ലോറാസ് ചോദിച്ചു. നീതി, ലാൻസൽ മറുപടി പറഞ്ഞു. ഇതേസമയം കൊട്ടാരത്തിന്റെ ഇടനാഴിയിലൂടെ മാർജറി ദേഷ്യത്തോടെ നടന്നു. അവൾ വാതിലുകൾ തള്ളിത്തുറന്ന് ടോമനിന്റെ അറയിലേക്ക് പ്രവേശിച്ചു. തന്റെ കൈകൾ ദേഷ്യത്തോടെ മേശപ്പുറത്തു വെച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ടോമൻ അത്ഭുതത്തോടെ അവളെ നോക്കി. എന്തിനാണെന്റെ സഹോദരനെ ജയിലിലടച്ചത്? മാർജറി ചോദിച്ചു. ഞാനല്ല ആ കൽപ്പന നൽകിയത്, ടോമൻ പറഞ്ഞു. അതാര് നൽകി എന്ന് നമുക്കിരുവർക്കും അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നടന്നുമാറി. അവർ കാസ്റ്റർലി റോക്കിലേക്ക് മടങ്ങുകയാണെന്നല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത്? അവൾ ചോദിച്ചു, ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട്. ഇതിന് പിന്നിൽ എന്റെ അമ്മയാണെന്നാണോ നീ പറയുന്നത്? ടോമൻ ചോദിച്ചു. നിങ്ങളിപ്പോൾ അവരുടേതല്ലാത്തതിൽ അവർക്ക് അസൂയയുണ്ട്. എന്റെ സഹോദരനെ അറസ്റ്റ് ചെയ്തത് അവരുടെ പ്രതികാരമാണ്, മാർജറി പറഞ്ഞു. നീയും അമ്മയും തമ്മിൽ ഒത്തുപോകുകയായിരുന്നില്ലേ? ടോമൻ ചോദിച്ചു. അവൾ പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. എന്റെ സഹോദരൻ ഇരുളടഞ്ഞ ഏതെങ്കിലും അറയിൽ കിടക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല, മാർജറി പറഞ്ഞു. നിനക്കുവേണ്ടി ഞാൻ അവനെ സ്വതന്ത്രനാക്കാം. ടോമൻ സെർസിയുടെ അറയിലേക്ക് കയറിച്ചെന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കി വൈൻ കുടിക്കുകയായിരുന്നു അവൾ. സർ ലോറാസിനെ ഉടൻ സ്വതന്ത്രനാക്കണം എന്ന് ഞാൻ കൽപ്പിക്കുന്നു, ടോമൻ അലറി. അവൾ തിരിഞ്ഞുനോക്കി. ഞാനാണോ അവനെ അറസ്റ്റ് ചെയ്തത്? സെർസി ചോദിച്ചു. പക്ഷെ നിങ്ങളാണ് ഫെയ്ത്ത് മിലിറ്റന്റിന് ആയുധം നൽകിയത്. നിങ്ങളാണ് ഹൈസ്പാരോയ്ക്ക് ഒരു സൈന്യത്തെ ഉണ്ടാക്കിക്കൊടുത്തത്, ടോമൻ പറഞ്ഞു. അതെ, ഞാൻ ചെയ്തു. നിന്റെ ഭാര്യയ്ക്ക് വിമർശിക്കാൻ എല്ലാ അവകാശവുമുണ്ട്, തന്റെ മേശയ്ക്കടുത്തേക്ക് നടന്നുകൊണ്ട് സെർസി പറഞ്ഞു. അങ്ങനെയെങ്കിൽ സർ ലോറാസിനെ നിങ്ങൾ സ്വതന്ത്രനാക്കും എന്ന് ഞാൻ മാർജറിയോട് പറയട്ടെ? ടോമൻ ചോദിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞു, ഞാൻ സർ ലോറാസിനെ തടഞ്ഞുവെച്ചിട്ടില്ല എന്ന്. നീയാണ് രാജാവ്. നീ ഹൈസ്പാരോയോട് സംസാരിച്ചാൽ അദ്ദേഹം ആ പാവംകുട്ടിയെ വിട്ടയക്കുമെന്ന് എനിക്കുറപ്പുണ്ട്, സെർസി പറഞ്ഞു. രാജാവിന്റെ കാവൽക്കാരുടെ ഒരു സംഘം ടോമനെ ഗ്രേറ്റ് സെപ്റ്റിലേക്ക് നയിച്ചു. നിൽക്കുക, കാവൽക്കാരൻ വിളിച്ചു പറഞ്ഞു. ആ സംഘം നിന്നു. അവർ ടോമനെയും കാവൽക്കാരെയും മുകളിലേക്ക് പോകാൻ അനുവദിക്കാതെ തടഞ്ഞു. തിരുമേനി പ്രാർത്ഥനയിലാണ്. അദ്ദേഹത്തെ ശല്യം ചെയ്യാൻ പാടില്ല, ഒരു അക്രമി പറഞ്ഞു. കൽപ്പന നൽകിയാൽ മതി, ഞങ്ങൾ ഈ വിമതരെ പിച്ചു ചീന്താം, രാജാവിന്റെ കാവൽക്കാരൻ പറഞ്ഞു. അവർ സ്നേഹിക്കുന്ന ദൈവങ്ങളുടെ അടുത്തേക്ക് അവരെ നമുക്കയക്കാം. ഇരുവിഭാഗവും യുദ്ധസജ്ജരായി നിലയുറപ്പിച്ചു. ചുറ്റും കൂടിനിന്നവരിൽ ചിലർ ടോമനെ അധിക്ഷേപിക്കാൻ തുടങ്ങി. അവിഹിത സന്താനമേ, ഒരുവൻ അലറി. നീയൊരു വെറുക്കപ്പെട്ടവനാണ്. മറ്റൊരുവൻ വിളിച്ചു പറഞ്ഞു. നീ പാപത്തിൽ ജനിച്ചവനാണ്. നമുക്ക് മറ്റൊരു വഴി കണ്ടെത്താം, ടോമൻ പറഞ്ഞു. കാവൽക്കാർക്കൊപ്പം അവൻ തിരികെ നടന്നു. വടക്ക് കാസൽ ബ്ലാക്കിന്റെ മുറ്റത്ത് കുറച്ച് നൈറ്റ്സ് വാച്ച് കാവൽക്കാർ വാൾപ്പയറ്റ് പരിശീലിക്കുകയായിരുന്നു. പടവുകൾക്ക് മുകളിൽ നിന്നും സ്റ്റാനിസും സെലൈസും ഇത് വീക്ഷിച്ചു. നിങ്ങൾക്ക് ഈ കുട്ടിയെക്കുറിച്ച് വലിയ മതിപ്പാണ്, സെലിസ് പറഞ്ഞു. നൈറ്റ്സ് വാച്ചിന്റെ കമാൻഡർ സ്റ്റാനിസ് പറഞ്ഞു. ഏതോ ഒരു മദ്യശാലയിലെ വേശ്യയ്ക്ക് ജനിച്ച ഒരു അവിഹിത സന്താനം, സെലിസ് പരിഹസിച്ചു. ആയിരിക്കാം, പക്ഷെ നെഡ് സ്റ്റാർക്ക് അങ്ങനെ ചെയ്യുന്നവനല്ല, സ്റ്റാനിസ് പറഞ്ഞു. ജോൺ തന്റെ മേശയ്ക്കരികിൽ ഇരിക്കുകയായിരുന്നു. സാം ഒപ്പിടാൻ വേണ്ടി ഓരോരോ കത്തുകളായി അവന് നൽകി. ജോൺ ഒപ്പിടാൻ തുടങ്ങിയെങ്കിലും അവന് തയക്കം തോന്നി. ഇവനു വേണ്ട, ജോൺ പറഞ്ഞു. എനിക്കറിയാം, എന്നോട് ക്ഷമിക്കണം, പക്ഷെ നമുക്ക് ആളുകളെയും സാധനങ്ങളും ആവശ്യമാണ്. വടക്കിന്റെ കാവൽക്കാരൻ റൂസ് ബോൾട്ടനാണ്, സാം പറഞ്ഞു. അവൻ എന്റെ സഹോദരനെ കൊന്നു, ജോൺ ദേഷ്യത്തോടെ പറഞ്ഞു. മതിലിന്റെ കാവൽക്കാർ ആകാനാണ് നാം പ്രതിജ്ഞയെടുത്തത്. 50 പേരെ വെച്ച് നമുക്ക് ഈ മതിൽ കാക്കാൻ കഴിയില്ല. വടക്കിന്റെ കാവൽക്കാരന്റെ സഹായമില്ലാതെ നമുക്ക് കൂടുതൽ ആളുകളെ കിട്ടുകയുമില്ല, സാം വിശദീകരിച്ചു. അല്പനേരത്തെ ചിന്തയ്ക്ക് ശേഷം ജോൺ മനസ്സില്ലാ മനസ്സോടെ ആ കത്തിലൊപ്പിട്ടു. അവൻ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. സാം ഒപ്പിട്ട കത്തുകളെല്ലാം എടുത്തു.
അവൻ പുറത്തേക്ക് നടക്കുമ്പോൾ മെലിസാൻഡ്രെ അകത്തേക്ക് വരികയായിരുന്നു. ഇരുവരും ജോണിനെ നോക്കി. മെലിസാൻഡ്രെ വാതിലടച്ചു. ജോൺ നിവർന്നിരുന്നു. കമാൻഡർ, അവൾ വിളിച്ചു. ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ജോൺ ചോദിച്ചു. ഞങ്ങൾ തെക്കോട്ടു പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വരൂ, അവൾ മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു. ഈ കോട്ട നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇതിലെ രഹസ്യ തുരങ്കങ്ങളും ബലഹീനതകളും ആളുകളും. വിന്റർഫെൽ ഒരിക്കൽ നിങ്ങളുടെ വീടായിരുന്നു. അതിലെ എലികളെ തുരത്താൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അവൾ ജോണിന്റെ അടുത്തേക്ക് തിരിഞ്ഞു. കാസിൽ ബ്ലാക്കാണ് ഇപ്പോൾ എന്റെ വീട്. 7 രാജ്യങ്ങളുടെ യുദ്ധങ്ങളിൽ നൈറ്റ്സ് വാച്ച് പങ്കെടുക്കില്ല, ജോൺ വ്യക്തമാക്കി. ഒരൊറ്റ യുദ്ധമേയുള്ളൂ, ജീവനും മരണവും തമ്മിലുള്ള യുദ്ധം. നിങ്ങൾ എന്തിനുവേണ്ടിയാണ് പോരാടുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. അവൾ അവന് മുന്നിൽ വന്നു നിന്നു. അവൾ തന്റെ വസ്ത്രം തുറന്നു. ഉള്ളിൽ അവൾ പൂർണ്ണ നഗ്നയായിരുന്നു. അവൾ പിന്നിലേക്ക് ചാഞ്ഞു. ജോണിന്റെ കൈ പിടിച്ച് അവളുടെ മാറിടത്തിലേക്ക് ചേർത്തുവെച്ചു. എന്റെ ഹൃദയം മിടിക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഈ ശക്തി നിങ്ങളിലുമുണ്ട്. നിങ്ങൾ അതിനെ എതിർക്കുന്നു. അതാണ് നിങ്ങളുടെ തെറ്റ്. ഇതിനെ സ്വീകരിക്കൂ, അവൾ പറഞ്ഞു. അവൾ പുഞ്ചിരിയോടെ ജോണിന്റെ കൈകളിലേക്ക് നോക്കി. അവൻ പെട്ടെന്ന് തന്റെ കൈ വലിച്ചുമാറ്റി. അവൾ അവന്റെ മുഖത്ത് തലോടിക്കൊണ്ട് അവന്റെ മടിയിലിരുന്നു. വെളിച്ചത്തിന്റെ ദൈവം നമ്മെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഒരു വലിയ പൂർണ്ണതയുടെ 2 ഭാഗങ്ങൾ. നമ്മൾ ഈ ശക്തികളെ ഒന്നിപ്പിക്കുകയാണ്, അവൾ പറഞ്ഞു. സ്റ്റാനിസിന് ഇതിഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ജോൺ പറഞ്ഞു. എങ്കിൽ നമ്മൾ അദ്ദേഹത്തോട് പറയണ്ട. അവൾ അവന്റെ കുപ്പായത്തിന്റെ ബട്ടണുകൾ അഴിക്കാൻ തുടങ്ങി. എനിക്ക് കഴിയില്ല. ഞാനൊരു പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. ഈ മറുപടി കേട്ട് അവൾ അവനെ അവിശ്വാസത്തോടെ നോക്കി. ഞാൻ മറ്റൊരാളെ സ്നേഹിച്ചിരുന്നു. മരിച്ചവർക്ക് കാമുകരെ ആവശ്യമില്ല, ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ ആവശ്യമുള്ളൂ, അവൾ പറഞ്ഞു. പക്ഷേ ഞാൻ ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നു, അവൻ പറഞ്ഞു. അവൾ എഴുന്നേറ്റ് വസ്ത്രങ്ങൾ നേരെയാക്കി പുറത്തേക്ക് നടന്നു. വാതിൽ തുറക്കുന്നതിനു മുമ്പ് അവൾ അവനെ നോക്കി പറഞ്ഞു. നിനക്കൊന്നും അറിയില്ല, ജോൺ സ്നോ. ജോണിന്റെ വായ അല്പം തുറന്നുപോയി. അവൾ ഒരു കള്ളച്ചിരിയോടെ പുറത്തേക്ക് പോയി. രാത്രിയിൽ ബ്രോൺ ഒറ്റയ്ക്ക് വള്ളം തീരത്തേക്ക് തുഴഞ്ഞു. ജൈമയെ നോക്കിയപ്പോൾ അവൻ തന്റെ സ്വർണ്ണക്കൈ ഉയർത്തിക്കാണിച്ചു. അവനെ നോക്കി മുഖം കോട്ടിക്കൊണ്ട് ബ്രോൺ വീണ്ടും ഒറ്റയ്ക്ക് തുഴഞ്ഞു. കരയിലെത്തിയ ശേഷം അവർ വള്ളമെടുത്തുകൊണ്ടുവന്ന് പുല്ലുകൾക്കിടയിൽ ഒളിപ്പിച്ചുവെച്ചു. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണർന്ന ജൈമെ കാണുന്നത് തനിക്ക് മുകളിൽ കത്തിപിടിച്ചു നിൽക്കുന്ന ബ്രോണിനെയാണ്. അവന്റെ കണ്ണുകൾ വിടർന്നു. പെട്ടെന്ന് അവൻ വശത്തേക്ക് മാറി. ജൈമയെ കടിക്കാൻ വന്ന ഒരു പാമ്പിന്റെ മേലേക്ക് ബ്രോൺ തന്റെ കത്തി കുത്തിയിറക്കി. പ്രഭാതഭക്ഷണം, ബ്രോൺ പറഞ്ഞു. അവർ ഒരു തീക്കുണ്ടത്തിനു ചുറ്റുമിരുന്നു. ബ്രോൺ ആ പാമ്പിനെ പാകം ചെയ്തു. നിനക്കെങ്ങനെ മരിക്കാനാണ് ആഗ്രഹം? ബ്രോൺ ചോദിച്ചു. ഞാൻ സ്നേഹിക്കുന്ന സ്ത്രീയുടെ കൈകളിൽ കിടന്ന് മരിക്കണം, ജൈമെ പറഞ്ഞു. അവൾക്കും അതുതന്നെയാണോ ആഗ്രഹം? ബ്രോൺ ചോദിച്ചു. നമുക്ക് പോകാം, ജൈമെ പറഞ്ഞു. അവർ സാധനങ്ങളെടുത്ത് യാത്ര തുടർന്നു. അപ്പോഴാണ് ദൂരെ നിന്നും കുതിരയുടെ ശബ്ദം കേട്ടത്. ജൈമെ ചുറ്റും നോക്കി. ഡോണിൽ നിന്നുള്ള കുറെ കുതിരക്കാർ അടുത്തുവരുന്നുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് പുല്ലുകൾക്കിടയിൽ ഒളിച്ചു. ജൈമെ അവരെ നിരീക്ഷിച്ചു. നിൽക്കൂ, ഒരു കുതിരക്കാരൻ വിളിച്ചു പറഞ്ഞു. ഇരുവരും എഴുന്നേറ്റു. പ്രഭാതവന്ദനം, കൂട്ടുകാരെ. നിങ്ങളെ കണ്ടതിൽ സന്തോഷം. കുതിരക്കാർ അവരുടെ അടുത്തേക്ക് വന്നു. നിങ്ങളാരാണ്? അവൻ ചോദിച്ചു. കൂപ്പർ, ജൈമയെ ചൂണ്ടിക്കൊണ്ടവൻ പറഞ്ഞു. ഇവൻ ഡാനൽ. നിങ്ങൾ കിങ്സ് ലാൻഡിംഗിൽ നിന്നാണ്, കുതിരക്കാരൻ പറഞ്ഞു. സംസാരരീതി കേട്ടിട്ട് മനസ്സിലായല്ലേ? ഫ്ലീ ബോട്ടമിൽ നിന്നാണ്. അവിടെ ജനിച്ചു വളർന്നവരാണ്, ബ്രോൺ പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? അവൻ ചോദിച്ചു. രാത്രിയിൽ ഞങ്ങളുടെ കപ്പൽ മറിഞ്ഞു. ഞങ്ങൾ നീന്തി കരയ്ക്കെത്തി. കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്, ബ്രോൺ പറഞ്ഞു. നിങ്ങളുടെ വാളുകൾ മണലിലേക്കെറിയുക, കുതിരക്കാരൻ കൽപ്പിച്ചു. കൂട്ടുകാരെ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് പോകേണ്ട വഴി കാണിച്ചതാ. ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളാം, ബ്രോൺ പറഞ്ഞു. വാളുകൾ മണലിലേക്കിടാൻ അവൻ അലറി. അവർ പരസ്പരം നോക്കി. അവർ വാളുകൾ പുറത്തെടുത്തു. ബ്രോൺ തന്റെ വാൾ മണലിലേക്കിട്ടു. പെട്ടെന്ന് തന്നെ ഒരു കത്തി വായുവിൽ പറത്തിവിട്ട് ഒരു കുതിരക്കാരന്റെ തൊണ്ടയിൽ തറച്ചു. തുടർന്ന് അവൻ മറ്റൊരാളെ കുത്തി കുതിരപ്പുറത്തുനിന്നും താഴെയിട്ടു കൊന്നു. മൂന്നാമൻ അവന് നേരെ പാഞ്ഞുവന്നു. അവനെയും അവൻ കുതിരപ്പുറത്തുനിന്നും താഴെയിട്ടു. ജൈമെ പരിക്കേറ്റ രണ്ടാമന്റെ നേരെ തിരിഞ്ഞു. അവർ തമ്മിൽ പോരാട്ടം തുടങ്ങി. പിന്നിൽ ബ്രോൺ നാലാമനെ വീഴ്ത്തിയിരുന്നു. പോരാട്ടത്തിനിടയിൽ ജൈമെ പതിയെ പിന്നിലേക്ക് ഒരു കുന്നിറക്കത്തിലേക്ക് തള്ളപ്പെട്ടു. അവൻ താഴെ വീണു. രക്ഷപ്പെടാനായി താഴേക്കുരുണ്ടു. ബാലൻസ് നഷ്ടപ്പെട്ട അവന്റെ കയ്യിൽ നിന്നും വാൾ തെറിച്ചുപോയി. ആക്രമി തന്റെ വാൾ ജൈമയുടെ മേലേക്ക് ആഞ്ഞുവെട്ടി. പെട്ടെന്ന് ജൈമെ തന്റെ സ്വർണ്ണക്കൈ പ്രതിരോധിക്കാനായി ഉയർത്തി. വാൾ ആ സ്വർണ്ണക്കൈയിൽ കുടുങ്ങിപ്പോയി. അത് വലിച്ചൂരാൻ ആക്രമി പാടുപെടുന്നതിനിടയിൽ ജൈമെ തന്റെ വാളെടുത്ത് അവനെ കൊലപ്പെടുത്തി കുന്നിന്റെ താഴേക്ക് ചവിട്ടിയിട്ടു. കടൽത്തീരത്തുകൂടി കറുത്ത വസ്ത്രം ധരിച്ച ഇലാരിയ കുതിരപ്പുറത്ത് അതിവേഗത്തിൽ പാഞ്ഞുപോയി. അവൾ ഒരു കൂടാരത്തിനടുത്തെത്തി. അവിടെ മറ്റു ചില കുതിരകളുമുണ്ടായിരുന്നു. കൂടാരത്തിനുള്ളിൽ നെയ്മേരിയ, ഒബാര, ടൈൻ എന്നിവർ ഉണ്ടായിരുന്നു. അവൾ കുതിരപ്പുറത്തുനിന്നും ഇറങ്ങിയപ്പോൾ ടിയേനെ പുറത്തേക്ക് വന്നു. ഇലാരിയ അവരെ നോക്കി. ഇതൊരു യുദ്ധമായിരിക്കുമോ? ഒബാര ചോദിച്ചു. ഡോറൻ രാജകുമാരൻ നിങ്ങളുടെ അച്ഛനുവേണ്ടി കരയും, അല്ലാതെ മറ്റൊന്നും ചെയ്യില്ല. ഒബറിനുവേണ്ടി നമ്മൾ തന്നെ പ്രതികാരം ചെയ്യണം, ഇലാരിയ പറഞ്ഞു. ഡോറൻ ഇല്ലാതെ ലാനിസ്റ്റർമാർക്കെതിരെ പോരാടാൻ നമുക്ക് സൈന്യമില്ല, ഒബാര പറഞ്ഞു. ഒരു യുദ്ധം തുടങ്ങാൻ നമുക്ക് സൈന്യത്തിന്റെ ആവശ്യമില്ല. മഹാറാണി സെർസി തന്റെ മക്കളെ സ്നേഹിക്കുന്നു. അതിലൊരാൾ നമ്മുടെ പക്കലുണ്ട്. അല്പം വെള്ളം കുടിച്ചുകൊണ്ട് ഇലാരിയ പറഞ്ഞു. നമുക്കൊരു പ്രശ്നമുണ്ട്.
നൈമേരിയ പറഞ്ഞു. അവൾ ഒരു ചാട്ടവാർ ഉപയോഗിച്ച് അവിടെ കിടന്ന ഒരു ബക്കറ്റ് തട്ടിമാറ്റി. അതിനടിയിൽ മണലിൽ കഴുത്തുവരെ കുഴിച്ചിട്ട നിലയിൽ മുഖത്ത് തേളുകൾ നിറഞ്ഞ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ജൈമയെയും ബ്രോണിനെയും ഡോണിലെത്തിച്ച ക്യാപ്റ്റനായിരുന്നു അത്. ജൈമെ ലാനിസ്റ്ററിനെ രഹസ്യമായി ഡോണിലെത്തിച്ചെന്ന് അവൻ എന്നോട് പറഞ്ഞു, ഒബാര വിശദീകരിച്ചു. അവൻ വന്നത് മൈർസെല്ലായ്ക്കു വേണ്ടിയാണ്. അവൾക്ക് അടുത്തെത്താൻ നമ്മൾ അവനെ അനുവദിച്ചാൽ പ്രതികാരത്തിനുള്ള നമ്മുടെ അവസാന അവസരവും നഷ്ടമാകും. നിങ്ങൾ തിരഞ്ഞെടുക്കണം, ഡോറനിന്റെ വഴിയായ സമാധാനമോ അതോ എന്റെ വഴിയായ യുദ്ധമോ, എലേരിയ പറഞ്ഞു. അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ടിയനെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, എപ്പോഴും. മണലിൽ കുത്തിവെച്ചിരുന്ന ഒരു കുന്തം ഒബരയെടുത്തു. അവളത് വായുവിലൊന്ന് ചുഴറ്റി ആ ക്യാപ്റ്റന്റെ തലയിലേക്ക് ആഞ്ഞുകുത്തി അവനെ കൊന്നു. പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ എന്റെ തിരഞ്ഞെടുപ്പ് പണ്ടേ നടത്തിയതാണ്. എലാരിയയും ടിയനയും പുഞ്ചിരിച്ചു. കടലിലൂടെയുള്ള യാത്രയിൽ ജോറ വള്ളം നിയന്ത്രിച്ചു. കെട്ടിവരിഞ്ഞ് വായ മൂടിക്കെട്ടിയ നിലയിലായിരുന്ന ടിരിയൻ സംസാരിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷെ ചില ഞരക്കങ്ങൾ മാത്രമാണ് പുറത്തുവന്നത്. പിന്നീട് വാക്കുകൾ പറയാൻ ശ്രമിക്കാതെ ജോറായെ വെറുപ്പിക്കാൻ വേണ്ടി പരമാവധി ശബ്ദമുണ്ടാക്കാൻ അവൻ ശ്രമിച്ചു. ജോറ അടുത്തേക്ക് വന്ന് അവന്റെ വായിലെ കെട്ടഴിച്ചു മാറ്റി തിരികെ പോയി വള്ളം നിയന്ത്രിക്കാൻ തുടങ്ങി. നന്ദി. വളരെ നേരത്തിനു ശേഷം ടിരിയൻ പറഞ്ഞു, നീ ആരാണ്? നിന്നെ തടവിലാക്കിയവൻ. ജോറ പറഞ്ഞു, നിന്റെ കയ്യിൽ വൈനുണ്ടോ? ടിരിയൻ ചോദിച്ചു. ഇല്ല, വൈനില്ലാതെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. ടിരിയൻ പറഞ്ഞു, എങ്കിൽ ഉണർന്നിരിക്കുക. ജോറ പറഞ്ഞു, നീ പോകുന്നത് തെറ്റായ വഴിയിലൂടെയാണ്. എന്റെ സഹോദരിയുള്ളത് വെസ്റ്റ്റോസിലാണ്, അത് പടിഞ്ഞാറാണ്. നമ്മൾ പോകുന്നത് കിഴക്കോട്ടാണ്. ടിരിയൻ പറഞ്ഞു, ഞാൻ നിന്നെ നിന്റെ സഹോദരിയുടെ അടുത്തേക്കല്ല കൊണ്ടുപോകുന്നത്. ജോറ പറഞ്ഞു, നീ എന്നെ മഹാറാണിയുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ് പറഞ്ഞത്. ടിരിയൻ ഓർമ്മിപ്പിച്ചു. മഹാറാണി ഡെനേരീസ് ടാർഗേരിയൻ. ഞാൻ സേവിക്കുന്നത് അവരെയാണ്. ജോറ പറഞ്ഞു. ടിരിയൻ ഒന്ന് ചിരിച്ചു. നല്ലൊരു തട്ടിക്കൊണ്ടുപോകൽ വെറുതെ പാഴാക്കി. ഞാൻ അവിടേക്ക് തന്നെ പോവുകയായിരുന്നു. മഹാറാണിയുമായി നിനക്കെന്ത് കാര്യമാണുള്ളത്? ജോറ ചോദിച്ചു. സ്വർണവും പ്രതാപവും. വെസ്റ്ററോസിലെ വടക്കുനിന്നുള്ള ഒരു പ്രഭുകുടുംബത്തിലെ വീരൻ. എസോസിൽ ഭാഗ്യം പരീക്ഷിക്കാൻ വന്നവൻ. നിന്റെ വസ്ത്രത്തിലെ വ്യാളിയുടെ അടയാളം, നെഞ്ചിലെ കരടിയുടെ ചിഹ്നം. നീ ജോറ മോർമണ്ടാണ്. പാതി ലോകത്തിനപ്പുറത്തുള്ള ഒരു വേശ്യാലയത്തിൽ നീ എങ്ങനെയാണ് നിന്റെ മഹാറാണിയെ സേവിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. നീ എന്തിനാണ് ഒളിച്ചോടുന്നത്? അവർ നിന്നെ എന്തിനാണ് പുറത്താക്കിയത്? ഓ, നിൽക്കൂ. നീ അവളെ നിരീക്ഷിക്കുകയായിരുന്നു, അല്ലേ? എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. സ്മോൾ കൗൺസിൽ മീറ്റിംഗുകളിൽ ഞാൻ മിക്കവാറും മദ്യപിച്ചിരിക്കുകയായിരിക്കും. പക്ഷെ എനിക്കെല്ലാം ഓർമ്മ വരുന്നു. നീ വാരീസിന്റെ ചെറിയ പക്ഷികൾക്ക് സന്ദേശങ്ങൾ കൈമാറിയിരുന്നു. അവൾ അത് കണ്ടുപിടിച്ചു, അല്ലേ? കണ്ടുപിടിച്ച് നിന്നെ നാടുകടത്തി. ജോറ വളരെ വിഷമത്തോടെ താഴേക്ക് നോക്കി. എന്നിട്ടിപ്പോൾ ഒരു സമ്മാനവുമായി അവളുടെ പ്രീതി തിരികെ പിടിക്കാനാണ് നീ ശ്രമിക്കുന്നത്. വളരെ അപകടകരമായ ഒരു പദ്ധതി. നിരാശാജനകമെന്ന് വേണമെങ്കിൽ പറയാം. ഡെനറിസ് എന്നെ കൊല്ലുകയും നിനക്ക് മാപ്പു നൽകുകയും ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ? അതിന് വിപരീതമായി സംഭവിക്കാനാണ് കൂടുതൽ സാധ്യതയെന്ന് ഞാൻ പറയും, ടിരിയൻ പറഞ്ഞു. ജോറ വള്ളം നിയന്ത്രിക്കുന്നത് നിർത്തി ടിരിയനിന്റെ അടുത്തേക്ക് വന്നു. ടിരിയൻ വീണ്ടും കൈകൾ വിടർത്തി കാണിച്ചെങ്കിലും ജോറ അവനെ അതിശക്തമായി അടിച്ചു ബോധം കെടുത്തി. കടുത്ത ആശങ്കയോടെ അവൻ തിരികെ പോയി വള്ളം തുഴഞ്ഞു. നഗരത്തെ നോക്കിക്കാണാൻ കഴിയുന്ന ബാൽക്കണിയിൽ ഡെനറീസും സെർ ബാരിസ്റ്റാനും നിൽക്കുകയായിരുന്നു. ഇവിടെ നിന്നും നോക്കുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണെന്ന് തോന്നും, അവൾ പറഞ്ഞു. ബാരിസ്റ്റാൻ ഒന്ന് ചിരിച്ചു. നിങ്ങളുടെ സഹോദരൻ എന്നെ റെഡ് കീപ്പിൽ നിന്നും കിങ്സ് ലാൻഡിംഗിലെ തെരുവുകളിലേക്ക് കൊണ്ടുപോയ സമയങ്ങളാണ് ഞാൻ ഓർത്തത്, അദ്ദേഹം പറഞ്ഞു. എന്തിനാണ്? അവൾ ചോദിച്ചു. ആളുകൾക്കിടയിലൂടെ നടക്കാൻ അവനിഷ്ടമായിരുന്നു. അവർക്ക് പാട്ടുപാടി കൊടുക്കാൻ അവനിഷ്ടമായിരുന്നു, അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? അവൾ ചോദിച്ചു. ആരും അവനെ കൊല്ലുന്നില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തി. പിന്നെ ഞാൻ പണം ശേഖരിച്ചു. ഇത് കേട്ട് അവൾ അതിശയിച്ചു. അവിടേക്ക് കടന്നുവന്നുകൊണ്ട് ഡാരിയോ പറഞ്ഞു. മഹാറാണി, ഹിസ്ദാർ നിങ്ങളുടെ ദർബാർ ഹാളിൽ കാത്തുനിൽക്കുന്നുണ്ട്. വേറെ എത്ര പേരുണ്ടവിടെ? അവൾ ചോദിച്ചു. 100 പേരുണ്ടാകും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ, സർ ബാരിസ്താൻ? അവൾ ചോദിച്ചു. ഹിസ്ദാർ സോ ലൊറാക്കിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നു, ഡാരിയോ പറഞ്ഞു. മഹാറാണി, ഇന്ന് പോരാട്ടങ്ങളുടെ സീസൺ ആരംഭിക്കുന്ന പരമ്പരാഗതമായ ദിവസമാണ്, ഹിസ്ദാർ പറഞ്ഞു. ഞാൻ ഈ പാരമ്പര്യത്തെ അംഗീകരിക്കുന്നില്ല, അവൾ പറഞ്ഞു. പാരമ്പര്യങ്ങൾ മാത്രമാണ് ഈ നഗരത്തെ, നിങ്ങളുടെ നഗരത്തെ ഒരുമിച്ച് നിർത്തുന്ന ഒരേയൊരു കാര്യം. ഇരുളടഞ്ഞ തുരങ്കങ്ങളിലൂടെ പന്തങ്ങളുമായി സൺസ് ഓഫ് ദ ഹാർപ്പി നടന്നുപോകുന്നത് കാണാമായിരുന്നു. അതില്ലെങ്കിൽ മുൻകാല അടിമകൾക്കും മുൻകാല യജമാനന്മാർക്കും തമ്മിൽ യാതൊരു സാമ്യവും ഉണ്ടാകില്ല. നൂറ്റാണ്ടുകളായുള്ള അവിശ്വാസവും നീരസവും മാത്രം. ഇത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരമാണെന്ന് എനിക്ക് ഉറപ്പു നൽകാൻ കഴിയില്ല, എന്നാൽ ഇതൊരു തുടക്കമാണ്, ഹിസ്ദാർ പറഞ്ഞു. തെരുവിൽ ഒരു വേശ്യയും ഒരു സൈനികനും പരസ്പരം ചിരിച്ചു സംസാരിക്കുകയായിരുന്നു. മറ്റൊരു സൈനികൻ ചില സ്ത്രീകളോട് സംസാരിച്ചു നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ എത്തിയ സൺസ് ഓഫ് ദ ഹാർപ്പി അവിടെയുള്ള എല്ലാ സൈനികരെയും കൊന്നൊടുക്കി. ചുറ്റും ഭയാനകമായ പരിഭ്രാന്തി പടർന്നു. അടുത്തുള്ള ഒരു ഇടവഴിയിലൂടെ കുറച്ച് അൺസൊലീഡ് സൈനികർ നടന്നുപോവുകയായിരുന്നു. മരിച്ചുകിടക്കുന്ന ഒരു സൈനികന്റെ ശരീരത്തിൽ വീണ് ആ വേശ്യ കരയുന്നതവർ കണ്ടു. വേറൊരു ഭാഷയിൽ അവൾ വിളിച്ചു പറഞ്ഞു, സൺസ് ഓഫ് ദ ഹാർപ്പി. അവർ പോയ ദിശ അവൾ ചൂണ്ടിക്കാണിച്ചു. അവർ കാഴ്ചയിൽ നിന്നും മറഞ്ഞപ്പോൾ അവൾ തന്റെ അഭിനയം നിർത്തി കണ്ണുനീർ തുടച്ചുമാറ്റി. ആ അക്രമികളെ പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ അൺസൊലീഡ് സൈനികർ ഒരു തുരങ്കത്തിലേക്ക് പ്രവേശിച്ചു.
എന്നാൽ അവർ അവിടെ നാനാഭാഗത്തുനിന്നും സൺസ് ഓഫ് ദ ഹാർപ്പിയാൽ ആക്രമിക്കപ്പെടുകയായിരുന്നു. കനത്ത പോരാട്ടം പൊട്ടിപ്പുറപ്പെട്ടു. പോരാട്ടത്തിനിടയിൽ ഒരു അൺസൊലീഡിന്റെ ഹെൽമറ്റ് തെറിച്ചുപോയി. അത് ഗ്രേ വർമായിരുന്നു. വേറൊരിടത്ത് മറ്റൊരു പോരാട്ടം നടക്കുന്നുണ്ടായിരുന്നു. അവിടെയുണ്ടായിരുന്ന 2 അൺസൊലീഡ് സൈനികർ നിമിഷങ്ങൾക്കകം കൊല്ലപ്പെട്ടു. ഒരു ഇടവഴിയിലൂടെ നടക്കുകയായിരുന്ന ബാരിസ്ഥാൻ ഈ ബഹളം കേട്ടവിടേക്കെത്തി. ഗ്രേ വർമിന് കടുത്ത പരിക്കേറ്റിരുന്നു. മറ്റു പലയിടത്തും അൺസൊലീഡ് സൈനികർ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നു. ഗ്രേ വർം അക്രമികളെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ബാരിസ്ഥാൻ അവനെ സഹായിക്കാനായി അവിടേക്കെത്തി. അവർ ഇരുവരും ചേർന്ന് അക്രമികളെ മുഴുവൻ കൊന്നൊടുക്കിയെങ്കിലും ആ പോരാട്ടത്തിൽ ഇരുവർക്കും മാരകമായി പരിക്കേറ്റിരുന്നു. അവർ ഇരുവരും അവിടെ ബോധമറ്റു വീണു. മരിച്ചുകിടക്കുന്ന സൺസ് ഓഫ് ദ ഹാർപ്പിയുടെയും അൺസൊലീഡ് സൈനികരുടെയും നടുവിൽ രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന അവർ ഇരുവരുടെയും ദൃശ്യം അവിടെ അവശേഷിച്ചു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.